ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോട്ടൂളി തണ്ണീർത്തടത്തിൽ നിർമ്മിച്ച കാലിക്കറ്റ് ട്രേഡ് സെന്റർ അടച്ചുപൂട്ടണമെന്ന് സരോവരം പ്രകൃതി സംരക്ഷണ സമിതി. നിർമ്മാണ മേഖലയിലെ വാഹനങ്ങളുടെ വാടക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഉടമകളുടെ സംഘടന പണിമുടക്ക് നടത്തി. സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിൽ 186 ഫുട്ബോൾ താരങ്ങൾ ബൂട്ടുകെട്ടു. അതിൽ 100 പേരും മലയാളികളാണ്. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് തിരുവിളക്ക് പൂജ നടത്തി. മലബാർ മിൽമയ്ക്ക് 1.2 കോടി രൂപയുടെ മിച്ച ബഡ്ജറ്റ് വാർഷിക പൊതുയോഗം അംഗീകരിച്ചു. ഞാൻ അനീഷ് താമരക്കുളം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കോട്ടൂളി തണ്ണീർത്തടത്തിൽ നിർമ്മിച്ച കാലിക്കറ്റ് ട്രേഡ് സെന്റർ അടച്ചുപൂട്ടണമെന്ന് സരോവരം പ്രകൃതി സംരക്ഷണ സമിതി. കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാതെയും നികുതി അടയ്ക്കാതെയുമായാണ് ട്രേഡ് സെന്റർ പ്രവർത്തിക്കുന്നതെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. ആ സ്ഥലത്തിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ അത് വളരെ പ്രാധാന്യമുള്ള റാംസാർ പട്ടികയിലേക്ക് നിശ്ചയിച്ച ഒരു സ്ഥലമാണ്. കേന്ദ്ര ഗവൺമെന്റ് റാംസാർ പട്ടികയിൽ നിശ്ചയിച്ചാണ്. പക്ഷേ ഇവിടെയുള്ള ഭൂമാഫികൾ അത് വളരെ ശക്തമായി മുന്നേറ്റി മണ്ണിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായി പങ്കുവഹിക്കുന്ന 37 അനുവദിത കെട്ടിടങ്ങൾ അവിടെ ഉണ്ട്. 37 കെട്ടിടത്തിൽ പലതും ഇപ്പം നിർമ്മാണം കഴിഞ്ഞതാണ്. അതിനകത്ത് ഗവൺമെന്റിന്റെ നമ്മുടെ വാട്ടർ അതോറിറ്റിന്റെ കെട്ടിടവും ഈ പറഞ്ഞ തലത്തിലാണ് ചെയ്യുന്നത്. ഇതിനൊന്നും യാതൊരു ലൈസൻസും ഇല്ല. അതിന് പുറമെയാണ് കാലിക്കറ്റ് ട്രേഡ് സെന്റർ എന്ന സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നത്. ഹൈക്കോടതി ട്രേഡ് സെന്ററിനെതിരെ നടപടിയെടുക്കണമെന്ന് ഉത്തരവിറക്കിയിട്ട് മാസങ്ങളായെന്നും നടപടികൾ ഉണ്ടാകാത്തതിനെതിരെ കളക്ടർ, കോർപ്പറേഷൻ, വെറ്റ്ലാൻഡ് അതോറിറ്റി എന്നിവർക്ക് പരാതികൾ സമർപ്പിച്ചിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും പരാതിക്കാർ ആരോപിച്ചു. കോർപ്പറേഷൻ അന്വേഷിച്ച് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിന് യാതൊരു ലൈസൻസും കൊടുത്തിട്ടില്ല, ഞങ്ങളൊരു അനുമതിയും കൊടുത്തിട്ടില്ല, അത് പ്രവർത്തിക്കുകയാണ്, ഞങ്ങൾ അറിയിക്കുന്നുമില്ല. പോലീസിനോട് ചോദിച്ചാൽ പോലും ഞങ്ങളോട് അവർ പറയുന്നില്ല, അവർ ആ സാധനം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവരാരും എടുക്കേണ്ട നടപടി എടുക്കുന്നില്ല. കോർപ്പറേഷൻ ഡ്രീം സിറ്റി പദ്ധതി നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന കോട്ടൂളി തണ്ണീർത്തടങ്ങൾ നശിപ്പിക്കുന്ന ഭൂമാഫിയകൾക്കെതിരെ ഗവൺമെന്റും ഉദ്യോഗസ്ഥരും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് കെ അജയലാൽ, സെക്രട്ടറി കെ പി അലക്സ്, ലീഗൽ അഡ്വൈസർ സുരേഷ് കുമാർ, റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ പി സതീഷ്, PM ജീജാബായ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിർമ്മാണ മേഖലയിലെ വാഹനങ്ങളുടെ വാടക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഉടമകളുടെ സംഘടന പണിമുടക്ക് നടത്തി. പ്രതിഷേധ പരിപാടികൾ ജില്ലാ പ്രസിഡന്റ് വിൻസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയിലെ എക്സ്കവേറ്ററുകൾ, ബാക്ക്ഹോ, ക്രെയിൻ, ടിപ്പർ മുതലായ വാഹനങ്ങൾക്ക് 30 വർഷമായി തുടരുന്ന നിരക്ക് വർദ്ധിപ്പിക്കാത്ത നടപടിക്കെതിരെ പണിമുടക്ക് പ്രതിഷേധം. വാഹനങ്ങളുടെ വിലയും അനുബന്ധ സാമഗ്രികളുടെ വിലയും തൊഴിലാളികളുടെ വേതനവും 10 മടങ്ങ് വർദ്ധിച്ച സാഹചര്യത്തിലാണ് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പണിമുടക്ക് നടത്തിയത്. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ വാടക ഒക്ടോബർ 1 മുതൽ 10-20% വരെ വർദ്ധിപ്പിക്കാൻ പോകുന്നതിന് മുന്നോടിയായാണ് പണിമുടക്ക് സംഘടിപ്പിച്ചത്. പണിമുടക്കിന്റെ ഭാഗമായി തിരുവമ്പാടി മുതൽ മുക്കം അഗസ്തിമൊഴി വരെ വാഹന പ്രചാരണ ജാഥ നടത്തി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിൻസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. വാഹനങ്ങൾ പ്രവർത്തിക്കുന്നതിന് വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള നിയന്ത്രണങ്ങളും അടിക്കടിയുള്ള പിഴ ചുമത്തലും ഓടുന്നതിലെ സമയ നിയന്ത്രണവും ഈ മേഖലയുടെ നിലനിൽപ്പിനെ സാരമായി ബാധിക്കുന്നുവെന്നും ഏറെ പ്രതിസന്ധി നേരിടുന്ന ഈ മേഖലയിലെ ആളുകൾക്ക് സംസ്ഥാനത്തെ നടക്കുന്ന ദേശീയപാത, തുരങ്കപാത പോലുള്ള വൻകിട പ്രവർത്തികളുടെ 50% തങ്ങൾക്ക് തരണമെന്നും വിൻസ് മാത്യു പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ റിയാന, മുക്കം മേഖലാ പ്രസിഡന്റ് നൌഷാദ് തോട്ടുമുക്കം, സെക്രട്ടറി നസീർ തോട്ടുമൊഴി, ജോസ് പള്ളിക്കുന്നേൽ, കുഞ്ഞിബ്രഹിം എന്നിവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സൂപ്പർ ലീഗ് കേരളയുടെ 2ാം സീസണിൽ 186 ഫുട്ബോൾ താരങ്ങൾ ബൂട്ട് കെട്ടും. ഇതിൽ 150 ഇന്ത്യൻ താരങ്ങളിൽ 100 പേരും മലയാളികളാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 50 പേരും ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഉൾപ്പെടെ 36 വിദേശ താരങ്ങളും സൂപ്പർ ലീഗ് കേരളയുടെ 2ാം സീസണിൽ കരുത്ത് കാണിക്കാനിറങ്ങും. ലൂയിസ് ഏഞ്ചൽ റോഡ്രിഗസ്, റോയ് കൃഷ്ണ, ജോൺ കെന്നഡി, സെബാസ്റ്റ്യൻ ലുക്കാമി, മേൽസൺ അൽവേസ്, അഡ്രിയൻ സെർദിനെറോ, പാട്രിക് മൊട്ട തുടങ്ങിയവരെല്ലാം ലീഗിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. സലാം രഞ്ജൻ സിംഗ്, മൈക്കേൽ സുയസ്രാജ്, ഗനി അഹമ്മദ് നിഗം, കെ പ്രശാന്ത്, ലെനി റോഡ്രിഗസ് ഉൾപ്പെടെ ഇന്ത്യൻ ഫുട്ബോളിൽ തിളങ്ങിയ നിരവധി കളിക്കാരും ഇത്തവണ സൂപ്പർ ലീഗ് കേരളയിൽ അംഗത്തിനിറങ്ങും. 70 days the event ആണിത്. So it's a long event and basically Super League Kerala ഇപ്പോൾ കഴിഞ്ഞ ഒരു last season ആയതുകൊണ്ട് it has emerged as one of the festivals of Kerala. Basically, I'm sure after a couple of years people will start waiting for this season, the next season to come, and this should evolve as a big festival of Kerala alone. മികച്ച പ്രതിഭകളെ കണ്ടെത്താനുള്ള വേദിയാണിതെന്നും സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കുന്ന മലയാളി താരങ്ങളുടെ എണ്ണം ഓരോ സീസണിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സൂപ്പർ ലീഗ് കേരള MD ഫിറോസ് മീരാൻ പറഞ്ഞു. സംസ്ഥാനത്തെ ഓരോ നഗരത്തിൽ നിന്നുമുള്ള ക്ലബ്ബുകളാണ് സൂപ്പർ ലീഗ് കേരളയിൽ മത്സരിക്കുന്നത്. സൂപ്പർ ലീഗ് കേരളയിൽ നിന്നും വിദേശ തലത്തിൽ ISL, I ലീഗ് പോലുള്ള മത്സരങ്ങളിലേക്ക് കയറാനുള്ള പരിശ്രമം ഈ ടീമുകൾ തുടങ്ങിക്കഴിഞ്ഞതായും പരിചയസമ്പന്നരായ വിദേശ പരിശീലകരും ദേശീയ തലത്തിൽ ശ്രദ്ധേയരായ പരിശീലകരുമാണ് യുവതാരങ്ങൾക്ക് പരിശീലനം നൽകുന്നതെന്നും CEO മാത്യു ജോസഫ് വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് തിരുവിളക്ക് പൂജ നടത്തി. ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ രഘു വാദ്യാർ കാർമ്മികത്വം നിർവഹിച്ചു. കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നവരാത്രി ബൊമ്മക്കൊലു ആഘോഷത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 30 ചൊവ്വാഴ്ച തിരുവിളക്ക് പൂജ നടത്തി. രാവിലെ 10 മണിക്ക് ആരംഭിച്ച തിരുവിളക്ക് പൂജയിൽ സ്ത്രീ ഭക്തജനങ്ങൾ പരമ്പരാഗത വേഷത്തിൽ ബൊമ്മക്കൊലുവിന് മുൻപിൽ ഉപവിഷ്ടരായി പൂജയിൽ പങ്കെടുത്തു. തുടർന്ന് മഹാനിവേദ്യം, ദീപാരാധന എന്നിവ നടന്നു. തുടർന്ന് നിവേദ്യ പ്രസാദ വിതരണം നടന്നു. തളി ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ രഘു വാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മംഗളമൂർത്തയേ നമഃ. നാനാവിധ മന്ത്രപുഷ്പാണി സമർപ്പയാമി. ധൂപ ദീപാർത്ഥം പുഷ്പാണി സമർപ്പയാമി. ചൂടുമ്പോ ഉദ്ധരനയാൽ ജലമെടുത്ത് കിണ്ണത്തിലിടുമ്പോ ധൂപ ദീപാനന്തരം. തളി ബ്രാഹ്മണ സമൂഹം മാതൃസമിതി അംഗങ്ങൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Surprise! Happy birthday! Friends and party time, flavors and party time. Friends and party time, flavors and party time. A party, party. A party, party. Ice cream party time. Just move it, taste it, you love it. Milma ice cream, friends and other flavors. Bobby Chamanur International Jeweler.
പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. റിസർച്ച് ഇന്ത്യ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വാർഷികവും യൂത്ത് സ്കിൽ ഡെവലപ്മെന്റ് കോൺക്ലേവും ഒക്ടോബർ 3-4 തീയതികളിൽ നടക്കും. ശ്രീനാരായണ സെമിനറി ഹാളിൽ നടക്കുന്ന പരിപാടി ഒക്ടോബർ 3-ന് കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൗധരി ഉദ്ഘാടനം ചെയ്യും. എസ്പെഷ്യലി മലയാളി കുട്ടികൾക്ക് ഒരു കാലഘട്ടം മുഴുവൻ ഇന്ത്യയിലെവിടെയും മലയാളി കുട്ടികൾ തിളങ്ങി നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടുന്ന് ഹയർ എഡ്യൂക്കേഷൻ ഏരിയയിൽ നമ്മൾ പുറകോട്ട് പോകുന്നു എന്നൊരു ഫീൽ എന്നെ പോലെയുള്ള അധ്യാപക സമൂഹത്തിനുണ്ട്. അപ്പം അതിൽ അവരെ നേർവഴിക്ക് നയിക്കുവാൻ, അപ്പം അവരെ ഹയർ എഡ്യൂക്കേഷനിൽ വരുമ്പോൾ സ്കിൽഡ് പ്രൊഫഷനിലേക്ക് അവരെ കൊണ്ടുവരിക. NIT, നീലിറ്റ്, NSTI തുടങ്ങിയ സ്ഥാപനങ്ങളിലെ നൂതന സ്കിൽ കോഴ്സുകൾ, പഠനത്തോടൊപ്പം തന്നെ തൊഴിൽ ലഭിക്കാൻ സഹായകരമായ ആഡ് ഓൺ കോഴ്സുകൾ, ഇൻഫോസിസ് നയിക്കുന്ന ടെക്നോളജി ട്രെയിനിംഗ് കോഴ്സുകൾ, സ്വയം തൊഴിൽ കണ്ടെത്താനും തൊഴിൽ നേടിയെടുക്കുന്നതിനും സഹായകമായ ഹ്രസ്വകാല പുതുതലമുറ കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, ബിരുദം തുടങ്ങിയ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ നൽകുന്ന സ്ഥാപനങ്ങളെ അറിയുന്നതിനും അതിൽ പ്രവേശനം നേടുന്നതിനുമുള്ള മാർഗങ്ങൾ, ഇൻക്യുബേഷൻ, സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങളുടെ സാധ്യത, വിരമിച്ചവർ ഉൾപ്പെടെ വിവിധ പ്രായപരിധിയിലുള്ളവർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്ന പ്ലേസ്മെന്റ് സെൽ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന പരീക്ഷകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവ പരിപാടിയിൽ ഉണ്ടായിരിക്കും. ഒക്ടോബർ 3-ന് രാവിലെ 10 മണി മുതൽ ആരംഭിക്കുന്ന പരിപാടികളിൽ NIT ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണ, നീലിറ്റ് ഡയറക്ടർ ഡോക്ടർ S പ്രതാപ് കുമാർ, NSTI ഡയറക്ടർ C യുവരാജ് തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ റിസർച്ച് ഇന്ത്യ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഏകനാഥൻ UP, റിസർച്ച് ഇന്ത്യ ഫൗണ്ടേഷൻ സെക്രട്ടറി പ്രസീത PK, സിജു കറുത്തെടത്ത്, P ആദിത്യദേവ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാർ മിൽമയ്ക്ക് 1.2 കോടി രൂപയുടെ മിച്ച ബഡ്ജറ്റ് വാർഷിക പൊതുയോഗം അംഗീകരിച്ചു. ചെയർമാൻ KS മണി അധ്യക്ഷത വഹിച്ചു. മലബാർ മിൽമയ്ക്ക് 2025-26 സാമ്പത്തിക വർഷത്തിൽ 1.2 കോടി രൂപയുടെ മിച്ച ബജറ്റ്, 2215.10 കോടി രൂപ വരവും 2213.90 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന റവന്യൂ ബജറ്റും 138.99 കോടി രൂപയുടെ മൂലധന ബജറ്റും മലബാർ മിൽമ 36ാമത് വാർഷിക പൊതുയോഗം അംഗീകരിച്ചു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായി 1100 ക്ഷീരസംഘം പ്രസിഡന്റുമാർ പങ്കെടുത്തു. കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ മിൽമ ചെയർമാൻ KS മണി അധ്യക്ഷത വഹിച്ചു. കൂടുതൽ ക്ഷീര കർഷകരെ കണ്ടെത്തി സംഘങ്ങളിൽ അംഗങ്ങളാക്കി പാലിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ എല്ലാ സംഘം പ്രസിഡന്റുമാരും ശ്രമിക്കണമെന്ന് KS മണി പറഞ്ഞു. മാനേജിംഗ് ഡയറക്ടർ KS ജെയിംസ് സ്വാഗതവും ഡയറക്ടർ ബോർഡ് അംഗം P ശ്രീനിവാസൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാതൃഭൂമി ചീഫ് സബ് എഡിറ്ററായിരുന്ന T ഷിനോദ് കുമാറിന്റെ സ്മരണാർത്ഥം കോഴിക്കോട് പ്രസ് ക്ലബ്ബും മാതൃഭൂമി ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയും ചേർന്ന് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരത്തിന് ദേശാഭിമാനി കോഴിക്കോട് ബ്യൂറോ ചീഫ് PV ജിജോ അർഹനായി. 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ്. ദേശാഭിമാനി ദിനപത്രം വാരാന്ത പതിപ്പിൽ 2025 ഏപ്രിൽ 20-ന് പ്രസിദ്ധീകരിച്ച റിയൽ കേരള സ്റ്റോറി എന്ന ഫീച്ചറാണ് അവാർഡിന് അർഹമായത്. കണ്ണൂർ ജില്ലയിലെ കയറളം സ്വദേശിയാണ് PV ജിജോ. ഒക്ടോബർ 3-ന് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന T ഷിനോദ് കുമാർ അനുസ്മരണ ചടങ്ങിൽ മന്ത്രി AK ശശീന്ദ്രൻ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അവാർഡ് ദാന പരിപാടി ഈ മാസം 1-ാം തീയതി പ്രസ് ക്ലബ്ബിൽ വെച്ച് നടക്കും. മന്ത്രി AK ശശീന്ദ്രനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുക. മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ PP ശശീന്ദ്രൻ ആമുഖ പ്രഭാഷണവും ന്യൂസ് എഡിറ്റർ MP സൂര്യദാസ് അനുസ്മരണ പ്രഭാഷണവും നടത്തും. മാതൃഭൂമി റിട്ടയർഡ് ഡെപ്യൂട്ടി എഡിറ്റർ T സുരേഷ് ബാബു, കേരള കൗമുദി റിട്ടയർഡ് ന്യൂസ് എഡിറ്റർ K ചന്ദ്രശേഖരൻ, PRD റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ KT ശേഖർ എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ്, സെക്രട്ടറി PK സജിത്ത,
മാതൃഭൂമി ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് VK രജീന്ദ്രകുമാർ, സെക്രട്ടറി വിഷ്ണുരാജ് B എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ റിട്ടേൺസ് ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്. വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ. ടേസ്റ്റി ചായ ഈസിയായി. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചേലേമ്പ്ര പുല്ലിപ്പറമ്പ് വീരഭദ്ര കളരി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആയുധ പൂജ നടന്നു. ഗുരുക്കൾ വിജിത് തറയിൽ പൂജകൾക്ക് നേതൃത്വം നൽകി. ചേലേമ്പ്ര പുല്ലിപ്പറമ്പ് വീരഭദ്ര കളരി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കളരിയിൽ ആയുധ പൂജയും പുസ്തക പൂജയും ആരംഭിച്ചു. ഗുരുക്കൾ വിജിത്ത് തറയിലിന്റെ നേതൃത്വത്തിലാണ് പൂജകൾ നടന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന അനുഷ്ഠാനമാണ് ആയുധ പൂജ. കളരിയിൽ യുദ്ധോപകരണങ്ങളോടുള്ള ആദര സൂചകമായാണ് ഈ ചടങ്ങ് അനുഷ്ഠിക്കുന്നത്. വിജയദശമി ദിനത്തിലാണ് കളരിയിൽ വിദ്യാരംഭം കുറിക്കുന്നത്. രാവിലെ മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. പൂത്തറ സങ്കല്പങ്ങൾക്ക് മുന്നിൽ അവിൽ, പഴം, ശർക്കര, മുന്തിരി, കൽക്കണ്ടം തുടങ്ങിയ നിവേദ്യ പദാർത്ഥങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഇത്തരം പൂജകൾ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡോക്ടർ മൂപ്പൻസ് ഫാമിലി ഫൗണ്ടേഷനും സോഷ്യൽ അഡ്വാൻസ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സാഫിയും ധാരണാപത്രം ഒപ്പുവെച്ചു. മലപ്പുറം സാഫി ക്യാമ്പിൽ ആരംഭിക്കുന്ന ഡോക്ടർ മൂപ്പൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് സെന്റർ സംബന്ധിച്ച ധാരണാപത്രത്തിലാണ് ഒപ്പിട്ടത്. ഡോക്ടർ മൂപ്പൻസ് ഫാമിലി ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ആസാദ് മൂപ്പനും സാഫി ജനറൽ സെക്രട്ടറി MA മെഹബൂബുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. ഈ ഒരു 15 കോടി രൂപ നമ്മളിവിടെ ഗവൺമെന്റിന് വേണ്ടി ഞങ്ങളുടെ ഫാമിലിയെ ഉദ്ദേശിക്കാൻ വെക്കുന്നുണ്ട്. ഇത് വി ഹോപ്പ് ദാറ്റ് ആസ് വി ഗോ അഹെഡ് എന്റെ ഫാമിലിയുടെ എല്ലാവരും തന്നെ ഇനിയും എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വി തിങ്ക് ദാറ്റ് വി വിൽ മേക്ക് ഷുവർ ദാറ്റ് വിൽ ബി വിത്ത് സാഫി. ആൻഡ് സാഫി ഇസ് ഇൻ ദ ടോപ്പ്. ഓഫ് കോഴ്സ് വി ഓൾസോ ഹാവ് മെഡിക്കൽ കോളേജ് ആസ് വെൽ ആസ് വി ഓൾസോ ഹാവ് വിത്ത് Farouk College. So we have that and also all of we will continue that. നമ്മളൊക്കെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മളൊരു 99% നമുക്ക് ആർട്ടിഫിഷ്യൽ ഇതുവരെ എത്തിയിട്ടുള്ളൂ. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് omnipotent ആണ്. It is from God. From God is what is coming that. It is not from others. സാഫി ചെയർമാൻ CH അബ്ദുൾ റഹീം, ചെയർമാൻ എമിരിറ്റസ് ഡോക്ടർ ഗൾഫാർ മുഹമ്മദ് അലി, സാഫി സോഷ്യൽ എംപവർ സെന്റർ അഡ്വൈസറി ബോർഡ് ചെയർമാൻ മുനവർ അലി തങ്ങൾ, സാഫി CEO പ്രൊഫസർ ഇമ്പിച്ചിക്കോയ, പ്രൊജക്ട് കൺസൾട്ടന്റ് സന്തോഷ് കുറുപ്പ് എന്നിവരും സംസാരിച്ചു. സാങ്കേതിക മേന്മയുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുക എന്നതാണ് പ്രൊജക്ടിന്റെ ലക്ഷ്യമെന്ന് CH അബ്ദുൾ റഹീം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ഗാന്ധി ജയന്തി സ്പെഷ്യൽ റിബേറ്റ് നിലവിൽ വന്നു. ഉദ്ഘാടനം കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ദിവാകരൻ നിർവഹിച്ചു.
സ്പെഷ്യൽ റിബേറ്റ് ഒക്ടോബർ 6 വരെ ലഭിക്കും. ഗാന്ധി ജയന്തി പ്രമാണിച്ച് ഖാദിക്ക് സർക്കാർ പ്രഖ്യാപിച്ച 30% ഗവൺമെന്റ് റിബേറ്റിന്റെ ഉദ്ഘാടനം മിഠായി തെരുവിലുള്ള ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ വെച്ച് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ദിവാകരൻ നിർവഹിച്ചു. ഖാദി സംവിധാനത്തിന്റെ ഉത്ഭവമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വിദേശികളെ ഒഴിവാക്കാൻ നമുക്ക് കിട്ടിയ ഒരു കാര്യം സ്വദേശി പ്രസ്ഥാനമാണ്. സ്വദേശി ഉൽപ്പന്നങ്ങൾ അതിൻ്റെ പ്രാധാന്യം കൊടുക്കുക, നൂൽ നുറുക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചതാണ്. ഈ ആധുനിക കാലഘട്ടത്തിലും നമുക്ക് നമ്മുടെ സ്വദേശി പ്രസ്ഥാനത്തെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ട ഘട്ടമാണ്. സാമ്രാജ്യത്വ ശക്തികൾ ഇപ്പോൾ ഇടപെടുന്ന രീതി കണ്ടാൽ നമ്മുടെയൊക്കെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ ഇരട്ട ചുങ്കം മാത്രമല്ല, ഇപ്പം അതിനേക്കാൾ 100% ചുങ്കം ഏർപ്പെടുത്താൻ പോകും. കോഴിക്കോട് സർവോദയ സംഘം പ്രസിഡന്റ് കെ മുരളീധരൻ അധ്യക്ഷനായ ചടങ്ങിൽ LIC ഡിവിഷണൽ ഓഫീസർ MJ ശ്രീറാം, രൂപേഷ് കോളിയോട്ട്, KVIC അസിസ്റ്റന്റ് ഡയറക്ടർ ദിലീപ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കോഴിക്കോട് സർവോദയ സംഘം സെക്രട്ടറി MK ശ്യാംപ്രസാദ് സ്വാഗതവും ഖാദി ഗ്രാമോദ്योग എംപോറിയം മാനേജർ ടി ഷൈജു നന്ദിയും രേഖപ്പെടുത്തി. ഖാദിക്ക് 30% റിബേറ്റ് ലഭിക്കും. കൂടാതെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക്, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥയിൽ ക്രെഡിറ്റ് സൗകര്യവും ഉണ്ടായിരിക്കും. മേളയോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന ഖാദി തുണിത്തരങ്ങളും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളും എംപോറിയത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവർത്തന സമയം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടൂളി തണ്ണീർത്തടത്തിൽ നിർമ്മിച്ച കാലിക്കറ്റ് ട്രേഡ് സെന്റർ അടച്ചുപൂട്ടണമെന്ന് സരോവരം പ്രകൃതി സംരക്ഷണ സമിതി. നിർമ്മാണ മേഖലയിലെ വാഹനങ്ങളുടെ വാടക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഉടമകളുടെ സംഘടന പണിമുടക്ക് നടത്തി. സൂപ്പർ ലീഗ് കേരളയുടെ 2ാം സീസണിൽ 186 ഫുട്ബോൾ താരങ്ങൾ ബൂട്ടുകെട്ടും. അതിൽ 100 പേരും മലയാളികളാണ്. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് തിരുവിളക്ക് പൂജ നടത്തി. മലബാർ മിൽമയ്ക്ക് 1.2 കോടി രൂപയുടെ മിച്ച ബഡ്ജറ്റ് വാർഷിക പൊതുയോഗം അംഗീകരിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.